ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വീണ്ടും നമുക്ക് ഒരു ട്രാപ്പ് പോലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വന്നേക്കാണ്. ഈവൻ നിഫ്റ്റിയിൽ കുറച്ചും കൂടി നല്ലൊരു അപ്സൈഡ് 22,500 ലെവൽസൊക്കെ ബ്രേക്ക് ചെയ്തു നല്ല ഒരു അപ്സൈഡിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഫാള് വരുന്നത്. ബാങ്ക് നിഫ്റ്റി ആ നല്ലൊരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഫാളായി. ഇന്ന് ലൈവ് ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ലൈവ് ട്രേഡിംഗിൽ ഞാൻ ക്ലിയർ ചെയ്തിട്ട് ആ ഒരു ലെവൽസ് ഒന്ന് വരച്ച് വെച്ചു. അതും കൂടി നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാനുണ്ട്. ഈവൻ സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്തപ്പോൾ ക്ലിയർ ചെയ്തിട്ട് അത് പറഞ്ഞായിരുന്നു. അപ്പോൾ ലൈവ് ട്രേഡിംഗ് അറ്റൻഡ് ചെയ്തവർക്ക് അത് മനസ്സിലാവും. നിങ്ങളും മീൻസ് ടെലഗ്രാം ചാനലിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈവ് ട്രേഡിങ്ങിൽ വന്നാൽ നമുക്ക് അതുപോലെയുള്ള റെസിസ്റ്റൻസ് ലെവൽ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആൻഡ് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും അതും ചോദിക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ട്രേഡ്സും പലരും ഷെയർ ചെയ്തു. ഇവൻ ബിലാൽ നമ്മുടെ ഫ്രണ്ട് ആൻഡ് കുറച്ച് അധികം പേരൊക്കെ തന്നെ നമ്മൾ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ചോദിച്ചായിരുന്നു. ഞാൻ മീൻസ് മിക്കവാറും പ്രോഫിറ്റായി എന്നതിൽ അതിനും സന്തോഷം. അപ്പോൾ ട്രേഡ്സ് കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യുന്ന സ്ട്രാറ്റജീസ് വൈസ് ട്രേഡായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രേഡ്സിൽ മീൻസ് ഓരോരുത്തരുടെ ഒരു രീതിയിൽ തന്നെ എടുക്കാം. ബട്ട് നമുക്ക് റെസിസ്റ്റൻസ് എവിടെയാണ് മീൻസ് സപ്പോർട്ട് എവിടെയാണെന്നുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മീൻസ് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ലൈവ് ട്രേഡിങ്ങിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് നമുക്ക് ഇന്നത്തെ ആ ഒരു ഫാള്, അതായത് ആഫ്റ്റർ മീൻസ് ഓൾമോസ്റ്റ് മോർണിംഗ് സെക്ഷനിൽ നല്ല ഒരു മീൻസ് നല്ല ഒരു ഈവൻ 4 hour ടൈം ഫ്രെയിമിൽ പോലും നല്ലൊരു അപ്സൈഡ് ഉണ്ടായിട്ട് അതിന് ആഫ്റ്റർനൂണിൽ നമുക്ക് നല്ലൊരു ഫാൾ ഉണ്ടായിരുന്നു. സോ പിന്നെ ആ ഫാൾ കണ്ടിന്യൂ ചെയ്യോ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് അതിലേക്കൊക്കെ തന്നെ പോവാം. ആൻഡ് ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ടെലിഗ്രാം ചാനൽ. നമ്മൾ ലൈവിൻ്റെ മീൻസ് അതിൻ്റെ ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈവൻ ഡിമാൻഡ് സോൺ, സപ്ലൈ സോണൊക്കെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മീൻസ് ടെലിഗ്രാം ചാനലിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ചെറിയ നെഗറ്റീവ് ഇതൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് നെഗറ്റീവായിട്ടുള്ള കുറച്ച് ന്യൂസ് കാര്യങ്ങളൊക്കെ ഗ്ലോബലിൽ നിന്നുണ്ടായിരുന്നു. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആ ഒരു കൺസോൾട്ടേഷൻ ഈവൻ സപ്ലൈ സോണിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു നിഫ്റ്റി ഓൾമോസ്റ്റ് കൺസോൾട്ടേറ്റ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. പിന്നെ ഒരു പുൾ ബാക്ക് എടുത്തിട്ട് നല്ല ഒരു റാലി ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം പിന്നെ നിഫ്റ്റി ഒന്ന് സപ്ലൈ സോണിൻ്റെ മേളിലൊന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് ലാസ്റ്റത്തെ ആ ഒരു ചെറിയൊരു ഫാള് മീൻസ് കുറച്ചൊന്ന് ഇതാക്കിയിട്ടുണ്ട്. ഈവൻ സപ്ലൈ സോണിൻ്റെ മേളിലാണ് ആവറേജ് ക്ലോസിങ്ങിൽ നമുക്ക് വരുന്നത്. എനിവേ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കുറച്ച് ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ നോക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു നമ്മുടെ എവിടെയാണ് നമുക്കിനി നെക്സ്റ്റ് ലെവൽസിൽ വരുന്ന മിനിറ്റ്. ഓക്കെ നമുക്കിനി നെക്സ്റ്റ് OA അനാലിസിസ് ഒന്ന് നോക്കാം. OA അനാലിസിസിൽ എവിടെയാണ് നമുക്ക് മാക്സിമം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരുന്നത്? സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെയാണോ? ഈവൻ 500 നല്ല കോൾ അൺവൈൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് തന്നെയാണോ എന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ നിഫ്റ്റിയിൽ OA വെച്ച് നോക്കുമ്പോൾ 22,500 ഇപ്പോൾ കോൾ റൈറ്റിംഗ് കുറച്ച് പറഞ്ഞാൽ അവിടെ പുട്ട് റൈറ്റിംഗ് തന്നെയാണ് ഹെവി ആയിട്ട് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് നിഫ്റ്റി പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. 22,400 ആൻഡ് 22,500 ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് ഹ്യൂജ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 23,000 ഉള്ളൂ. അപ്പോൾ നിഫ്റ്റി അത്രയും നല്ലൊരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ടെങ്കിലും അവിടെ കുറച്ചും കൂടി സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്താണ്, പുട്ട് റൈറ്റിംഗ് ആണ്. 22,400 നല്ല പുട്ട് റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ നിഫ്റ്റിക്ക് നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. 22,500 നമുക്ക് രണ്ട് ഫോം ഉണ്ട്, അതായത് സപ്പോർട്ട് വരുന്നുണ്ട് ആൻഡ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താക്കാം, ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ഉണ്ട് അല്ലേ, ഇവിടെ നമുക്ക് സപ്പോർട്ടാക്കാം. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഒരു മിനിറ്റ് ഓക്കെ ഫസ്റ്റ് നമുക്ക് ഒരു 22,500 നമുക്ക് നല്ലൊരു സപ്പോർട്ട് അവിടെ ഇപ്പോഴും ഉണ്ട്. ആൻഡ് 22,400 നല്ല ഒരു സപ്പോർട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. 22,400 ഓക്കെ ഇവിടെയും സപ്പോർട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ അപ്പോൾ 22,400 22,500 കോള് ആൻഡ് മാക്സിമം പുട്ട് റൈറ്റിംഗ് ഇപ്പോൾ ഉള്ളത്
എവിടെയാ 23,000 നമ്മൾ ഓൾറെഡി അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇല്ല, ഓക്കെ ഫൈൻ. 23,000 നമുക്ക് റെസിസ്റ്റൻസ് ഇപ്പോൾ സ്റ്റിൽ റെസിസ്റ്റൻസ് അവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സപ്പോർട്ടാണ് നിഫ്റ്റിക്ക്. ഈവൻ നമുക്ക് ആഫ്റ്റർനൂൺ ഫാൾ കഴിഞ്ഞിട്ട് നിഫ്റ്റിക്ക് ഉണ്ടായത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു നല്ല ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് ബാങ്ക് നിഫ്റ്റിക്കായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗൺ, പിന്നെ സപ്ലൈ സോൺ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി, പിന്നെ നമുക്ക് അവിടെ നിന്നൊരു ഡൗൺ തന്നു, പിന്നെ കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്തു. ഈവൻ നിഫ്റ്റിനെ പോലെ നമുക്ക് ആഫ്റ്റർനൂണിന് മുമ്പ് ഈവൻ 4 hour ടൈം ഫ്രെയിമിൽ മുമ്പ് തന്നെ ക്ലോസിങ്ങിൽ നല്ലൊരു ക്ലോസിങ് തന്നതായിരുന്നു. ബട്ട് ആ ഒരു റെസിസ്റ്റൻസ് അത് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് മിനിറ്റ്. ഈ ഒരു ഇവിടെ നിന്നുള്ള റെസിസ്റ്റൻസ് അത് നമുക്ക് മീൻസ് ലാർജ് ടൈം ഫ്രെയിമിൽ തന്നെ അതിനെ നോക്കാം. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ നിന്നാണ്, റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് ഇവിടെ ഫേക്ക് ഔട്ടും കൂടിയാണെന്ന് പറയാം. ഇവിടെ ഒരു നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് വന്നിട്ട് നമുക്കൊരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ഫോർമേഷൻ ഒന്നും വന്നില്ല. അതിനുശേഷമാണ് ആ ഒരു ഫാൾ ഉണ്ടായത്. ഒരു നല്ല ഹ്യൂജ് ഫാളായിരുന്നു. ഈവൻ ആ അപ്പായത് മൊത്തം ബാങ്ക് നിഫ്റ്റി വൈപ്പ് ഔട്ട് ചെയ്തു എന്ന് വേണം പറയാൻ. അപ്പോൾ ആ ഒരു ഫാള് ബാങ്ക് നിഫ്റ്റിക്ക് അവിടെ ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂട്രലായി പോയി എന്ന് വേണം നമുക്കിന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എനിവേ ബാങ്ക് നിഫ്റ്റിക്ക് ഇനി എങ്ങനെയാണ് OA അനാലിസിസിൽ നമുക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ മാക്സിമം സപ്പോർട്ട് ഈവൻ 48,000 ആണ് നമുക്ക് മെയിനായിട്ട് ബാങ്ക് നിഫ്റ്റീനെ അറിയേണ്ടത്. അപ്പോൾ 48,000 ബാങ്ക് നിഫ്റ്റി എങ്ങനെയുണ്ട് എന്ന് OA അനാലിസിസിലൊന്ന് നോക്കാം. ഓക്കെ 48 സ്റ്റിൽ നമുക്ക് നല്ല ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെ ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവൻ മേളിലേക്കുള്ള എല്ലാ സ്ട്രൈക്കിലും ബാങ്ക് നിഫ്റ്റി ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ് കാണിക്കുന്നുണ്ട്. ഇവൻ നിഫ്റ്റി ആണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് വീക്ക്നെസ്സും വരുന്നു, നിഫ്റ്റിക്ക് ബുള്ളിഷ് സെൻറ്റിമെൻറ്റും വരുന്നു. അപ്പോൾ ഈക്വലി അത് രണ്ടും കൂടി ഒരു മിക്സഡ് ആയിട്ടാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പോകുന്നത്. ഒരു സെയിം ഡയറക്ഷനിലല്ല എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ സ്ഥലത്തും നല്ല സ്ട്രൈക്കിൽ മേളിലേക്കൊക്കെ ബാങ്ക് നിഫ്റ്റിക്ക് നല്ല കോൾസ് എല്ലാം മിക്ക സ്ട്രൈക്കിലും ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈവൻ നമ്മളവിടെ നല്ലൊരു ഇത് ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. 200 to 48,000 വരെയും നമുക്ക് കോൾ റിട്ടേൺ ഉണ്ട്. ആൻഡ് താഴേക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് 47,500. ഈവൻ നല്ല സപ്പോർട്ട് 47,000, പിന്നെ 47,500. ലാർജ് ഇതായിട്ട് വരുന്നത് 48,000 അപ്പോൾ ബാങ്ക് നിഫ്റ്റി നാളെ എക്സ്പയർ ചെയ്യുന്നുണ്ട്. 48,000 സ്റ്റിൽ ആ സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് കോൾ റൈറ്റിംഗ് കുറച്ച് ഹ്യൂജായിട്ട് വരുന്നുണ്ട്. അവിടെ നമുക്ക് പുട്ട് റൈറ്റിംഗ് കുറച്ചൊന്ന് അടിയിലേക്ക് വന്നു 48,000. പിന്നെ നമുക്ക് 48,500 മിക്ക സ്ട്രൈക്കിലും 48,200 നമുക്ക് എന്താണ് നമുക്കൊരു പുട്ട് റൈറ്റിംഗ് അവിടെ കോൾ റൈറ്റിംഗ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് 48,200 അവിടെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു സപ്പോർട്ട് വരുന്നത് 47,500 ആണ്. ദെൻ അത് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ റിട്ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ OA സ്ട്രൈക്ക് നോക്കുക. ബാങ്ക് നിഫ്റ്റിക്ക് OA സ്ട്രൈക്കിലുള്ളത് 48,000 സ്ട്രാഡിൽ ഫോർമേഷനായിട്ട് സ്റ്റിൽ പോകുന്നുണ്ട്. ബട്ട് അവിടെ റെസിസ്റ്റൻസ് കൂടി വരുന്നു. ഈവൻ എല്ലാ സ്ട്രൈക്കിലും റെസിസ്റ്റൻസ് വരുന്നുണ്ട്, കോൾ റൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നോക്കുക. ബിക്കോസ് ബാങ്ക് നിഫ്റ്റി വീക്ക്നെസ് ഫീൽ ആക്കുന്നു, ബട്ട് നിഫ്റ്റി ഓപ്പോസിറ്റാണ്. കുറച്ചൊന്ന് ബുള്ളിഷ് സ്ട്രെങ്ത്തിൽ നിഫ്റ്റി നിൽക്കുന്നു. ഈവൻ 22,500 ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഏത് ഡയറക്ഷൻ കിട്ടുമെന്നുള്ളത് നമുക്ക് ലാർജ് ടൈം ഫ്രെയിമിൽ തന്നെ നോക്കിയിട്ടാണ് നമുക്ക് എന്തായാലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ലാസ്റ്റിൽ നോക്കാം. അതിന് മുമ്പ് നമുക്ക് FIDA ഡാറ്റയും കൂടി ഒന്ന് നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ FISൻ്റെ പൊസിഷൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് സ്ലോ ചെയ്തത് നല്ല ഒരു പോസിറ്റിവിറ്റി കാണിച്ചെങ്കിലും ബട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. സെയിം രീതിയിൽ തന്നെ അവർ സെൽ ഓഫ് നടത്തിയിട്ടുണ്ട്. ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ബൈയിങ് വന്നിട്ടുണ്ട്. അത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണാം. ആൻഡ് ഇവിടെ നമുക്ക് പിന്നെ കുറച്ച് ഒന്ന് സെൽ സൈഡിലേക്ക് വന്നു. OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ നല്ല ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും മീൻസ് മേളിലേക്ക് ലോങ്ങിലേക്ക് വന്നെങ്കിലും അവിടെ വീണ്ടും ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ നമുക്ക് കാണാം ആ ഒരു സെല്ലിങ് കുറച്ചിട്ടുണ്ട്. അത് നമുക്ക് പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ FISൻ്റെ ഭാഗത്ത് നിന്ന് ഡെയിലി ഇൻഡെക്സ് ആൻഡ് ഓപ്ഷൻസിൽ ഒരു ചെറിയൊരു നെഗറ്റീവും ബട്ട് OI ഇൻഡെക്സിൽ നമുക്ക് ചെറിയൊരു പോസിറ്റീവ് തരുന്നുണ്ട്. മേ ബി ഒരു കൺസോൾട്ടേഷനിലേക്കാണ് അവർ FIS ഒന്ന് ചിന്തിക്കുന്നത് നോക്കാം.
ആൻഡ് പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി അവർ വലിയ ബിൽഡിംഗ് ഒന്നും നടത്തിയിട്ടില്ല. ബട്ട് ഇന്നത്തെ ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ മീൻസ് കുറച്ചും കൂടി ബിയറിഷ് സെൻറ്റിമെൻറ്റ്, അതായത് കോൾ അൺവൈൻഡിങ്ങും പുട്ട് ലോങ്ങിലേക്കും വന്നിട്ടുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് തുടരുന്നു. ഇന്നലെ ബൈയിങ് ഒരു മിക്സഡ് ആയിരുന്നു, ബൈ സെൽ ആക്കാനും സ്റ്റിൽ അവർ ഇന്ന് സെൽ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് ഓപ്ഷൻസിലും അവർ ബിയറിഷ് ആണെങ്കിലും വലിയ രീതിയിലൊന്നും അവർ ബിയറിഷ് ആയിട്ടില്ല. ആ ഒരു ലോങ്ങിലേക്കുള്ളത് ശരിക്കും കുറച്ചിട്ടുണ്ട്. ഈവൻ നമുക്ക് കാണാം ആ സെല്ലിംഗ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡി എസിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് ഹ്യൂജായിട്ട് അവർ നെഗറ്റീവ് ഇൻഡിക്കേഷനാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് FIDA ഡാറ്റ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു മിക്സഡ് വ്യൂ ആണെങ്കിലും പ്രോ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തുടരുന്നു. ബട്ട് ലാർജ്ലി നെഗറ്റീവോ അപ്പോഴും ആയിട്ടില്ല. ബട്ട് FISൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിക്സഡ് ഇൻഡെക്സ് ഓപ്ഷൻസും ഡെയിലി ഇൻഡെക്സിലും അവർ ഓപ്പോസിറ്റ് ഡിസിഷൻസാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ നോക്കാൻ നേരത്ത് നമുക്ക് FISൻ്റെ ഭാഗത്ത് -8,000 അടുത്ത് സെല്ലിങ് വരുന്നു. നല്ലൊരു സെല്ലിങ് FIS കുറച്ചുകൊണ്ട് വരുന്നുണ്ട്, ഒരു ബൈയിങ്ങിലേക്ക് വന്നതാണ്. ബട്ട് സ്ലൈറ്റ്ലി ഒരു സെല്ലിങ് ഇപ്പോഴും തുടരുന്നു, -1,800. ആൻഡ് DISൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ബൈയിങ് വന്നിട്ടുണ്ട്, 3,500 DISും ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ന്യൂട്രൽ ആണ്, ബട്ട് ന്യൂട്രൽ ടു പോസിറ്റീവായിട്ടാണ് നമുക്ക് ഒരു കാണാൻ കഴിയുന്നത്. ബിക്കോസ് FIS ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അവർ മിക്സഡ് വ്യൂവും ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ അവർ പോസിറ്റീവായിട്ടുള്ള മീൻസ് DIS പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് മിക്സഡ് വ്യൂ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ബിക്കോസ് എന്താ പറയുക, നമുക്ക് ഇനി കുറച്ചും കൂടി ലെവൽസും കൂടി ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു നമുക്ക് ഫോർവേഡ് ടൈം ഫ്രെയിമിലും കൂടി നോക്കാം. അപ്പോൾ നിഫ്റ്റീനെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു നമുക്ക് കണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഹൈ, ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തു. ഇവൺ അവിടെ നിന്ന് നല്ലൊരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു പുൾ ബാക്കിന് വേണ്ടി ശ്രമിക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് ഒരു അപ് ട്രെൻഡ് തന്നെ തുടരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇവിടെ നിന്ന് ഒരു ഫാൾസ് ബ്രേക്ക് ഡൗൺ തന്നിട്ട് ഈവൻ 22,400 എന്ന സപ്പോർട്ട് ലെവൽ എടുത്തിട്ട് ആയിരിക്കണം മേ ബി അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോഴും ഒരു പുൾ ബാക്ക് പോലെയാണ് കാണിച്ചിട്ടുള്ളൂ, ഒരു ബിയർ സെൻറ്റിമെൻ്റ് ഒന്നും ഫുള്ളായിട്ടായിട്ടില്ല. അൺടിൽ ഞാൻ പറയുന്നു ഈ ഒരു ഹൈ അല്ലേ, നമുക്ക് 22,300 എന്ന ലെവൽ ഇവിടെയാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി ഒന്ന് റിവേഴ്സ് ആയത്. ഇവിടെ നിന്ന് നമുക്കൊരു സെൽ ഓഫ്, ഇവിടെ നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യാണ്ട് അവിടെ നമുക്ക് നിഫ്റ്റി ബിയറിഷ് സെൻറ്റിമെൻ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ 22,300 അവിടെ നമുക്ക് വന്നെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മാർക്കറ്റിൽ സെൽ സൈഡ് ആവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തു നിന്നും മിക്സഡ് ഒപ്പീനിയനാണ് വരുന്നത്. ഇവൻ FIDA ഡാറ്റ ആണെങ്കിലും എല്ലായിടത്തു നിന്നും നമുക്ക് മിക്സഡ് ഒപ്പീനിയനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് 1 ഡേ ടൈം ഫ്രെയിമിലും കൂടെ ഒന്ന് നോക്കിയേക്കാം നിഫ്റ്റീനെ. ഓക്കെ, നിഫ്റ്റി 1 ഡേ ടൈം ഫ്രെയിമിലും ഓക്കെയാണ്, മീൻസ് ആ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് തുടരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 22,300 എന്ന ലെവൽ തന്നെ വാച്ച് ചെയ്യുക. 300 ലെവൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഇതെങ്ങനെയാണ് എന്ന് ആ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ കൂടി നോക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നമുക്കിനി മീൻസ് ഒരു ബിയറിഷിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽസിൽ മാത്രം നോക്കുക. അതല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ടൊരു 22,400 ഒക്കെ ആ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു പുൾ ബാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ്. ബട്ട് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ആ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി എടുത്തത് അല്ലേ. ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് നല്ലൊരു ഫാളായി, ഈവൺ 1 ഡേ ടൈം ഫ്രെയിമിലാണെങ്കിലും ഈ ഒരു റെസിസ്റ്റൻസ് ആണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും എടുക്കുന്നത്. ഇവിടെ നിന്ന് ഫാളായിട്ട് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടായി, ഇവിടെ ക്യാൻഡിൽ അവിടെ നിന്നാണ് വീണ്ടും ആ ലെവലിൽ ബാങ്ക് നിഫ്റ്റി 2-3 തവണ റെസിസ്റ്റൻസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മീൻസ് ഹിറ്റാവാൻ, അവിടെ നിന്ന് ബ്രേക്ക് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാങ്ക് നിഫ്റ്റി ഇനി ഇവിടെ നിന്ന് ഈ ഒരു കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു ലെവലെന്ന് പറയുന്നത്, നമുക്കൊന്ന് 4 hour ടൈം ഫ്രെയിമിൽ പോയിട്ടൊന്ന് നോക്കാം. ആ ലെവൽസിൽ ബ്രേക്ക് ചെയ്താൽ, ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ മാത്രമായിരിക്കണം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയെങ്കിലും ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് ഉണ്ടാവേണ്ടത്. ബട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഉണ്ട്.
ഇവിടെ നിന്ന് ഓൾറെഡി ഒരു പുൾ ബാക്ക് ബാങ്ക് നിഫ്റ്റി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുൾ ബാക്ക് ആണ് നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് കണ്ടിന്യൂവേഷൻ വരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, ഇത് നമുക്കൊരു സെൽ ഓഫ് ക്യാൻഡിലാണ്, അതായത് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ അല്ല ഈവൻ 4 hour ടൈം ഫ്രെയിമിലും. അപ്പോൾ ബട്ട് ഇവിടെ നിന്ന് കണ്ടിന്യൂവേഷൻ കിട്ടി, ഈ ഒരു ക്യാൻഡിലിന് കണ്ടിന്യൂവേഷൻ കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്കൊരു വിക്കായിട്ട് വീണ്ടും ഇങ്ങനെ പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഹെവി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിനെയും ശ്രദ്ധിക്കുക, നിഫ്റ്റിയുടെ ലെവൽസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി മാർക്കറ്റ് അനാലിസിസിൽ, അതായത് ലൈവ് മാർക്കറ്റൊക്കെ നോക്കുന്നുണ്ട്, ഡെയിലി മാർക്കറ്റ് അല്ലാണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ വന്നാലും നിങ്ങൾക്ക് അവിടെ നിന്നും ലെവൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.